ഞങ്ങളിന്ന് വർക്കലയിലോട്ടൊരു വീക്കെൻഡ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. ഇപ്പം ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴെല്ലാം നമ്മളെടുക്കുന്ന ഹോട്ടലും റിസോർട്ടും പെറ്റ് ഫ്രണ്ട്ലി ആണെന്ന് നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന ട്രിപ്സിലെല്ലാം കോഫിയും കൂടെ കൊണ്ടുപോകാറുണ്ട്. അവനും അത് ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട്. ഈ റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. നല്ല ആംബിയൻസ് ഉള്ള റിസോർട്ടാണ്. നമുക്കൊരു ഇൻഡിവിജ്വൽ വില്ല ഉണ്ടാവും. ആ പ്രോപ്പർട്ടിയിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ഇൻഡിവിജ്വൽ പൂളുണ്ട്. ഇറ്റ് വാസ് നൈസ്. റിസോർട്ടിൽ നിന്ന് കുറച്ച് നടക്കുമ്പോഴാണ് ഈ ബീച്ചിലെത്തുന്നത്. ഇതൊരു പ്രൈവറ്റ് ബീച്ചാണ്, മെയിൻ ബീച്ചല്ല. അതുകൊണ്ട് തന്നെ തിരക്ക് നല്ല കുറവാണ്. നമ്മളിവിടെ ഒരുപാട് എൻജോയ് ചെയ്തു. അതേപോലെ തന്നെ ഇത് അവൻ്റെയും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അവൻ ബീച്ച് ഒരുപാട് എൻജോയ് ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംഭവം ഒരു പ്രൈവറ്റ് ബീച്ച് ആയിരുന്നെങ്കിലും അവിടെ ഒരുപാട് സ്ട്രേ ഡോഗ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ ഞങ്ങൾ അവനൊരു ഹാൻഡ് ബാഗിലൂടെ തട്ടി. അവൻ ആനിമലി ഭയങ്കര അഗ്രഷൻ ഉണ്ട്. പക്ഷേ ഹ്യൂമൻസിനോടൊക്കെ അവൻ ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ എവിടെ കൊണ്ടുപോകുമ്പോഴും നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടേ അവനെ വെളിയിലോട്ട് വിടാറുള്ളൂ. ഞങ്ങളോട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഡോഗ്സിനെയൊക്കെ ട്രിപ്പ് കൊണ്ടുപോകുന്ന സമയത്ത് ഫുഡൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന്. ഞങ്ങൾ മെയിനായിട്ടും പാക്കറ്റ് ഫുഡാണ് കൊണ്ടുപോകുന്നത്. ഒരു നേരം അത് കൊടുക്കും. അതേപോലെ തന്നെ അവനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ കഫേസിൽ കയറുമ്പം അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ്സാണ് അവന് കൊടുക്കാറുള്ളത്. മെയിനായിട്ട് സ്ക്രാമ്പിൾഡ് എഗ്സോ ബ്രെഡിൻ്റെ ഒരു പീസോ ഒക്കെ കൊടുക്കും. അവനും അത് ഒരുപാട് എൻജോയ് ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. എവിടെ ട്രിപ്പിന് പോയാലും ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ കോഫിയെ കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങളുടെ ലൈഫിലെ ഒരു ടഫ് സിറ്റുവേഷന് ശേഷം ഞങ്ങൾ ഇൻറ്റൻഷനലി എടുത്ത ബ്രേക്കാണിത്. അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പും അതേപോലെ കോഫിയും ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഡേയ്സ് ആണിത്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, നമ്മുടെ ലൈഫിലെ വലിയ പ്രശ്നങ്ങളാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളുടെ സൊല്യൂഷൻ നമ്മളെ കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ഇതുവരെ പോവാത്ത കുറേ സ്ഥലങ്ങളും നമ്മൾ ഇതുവരെ കാണാത്ത കുറേ ആളുകളുമാണെന്ന്. So just travel. I think it will definitely heals you.